മംഗലാപുരത്ത് ഭൂമി വാങ്ങുന്നതിന് പണം നൽകിയാൽ ഇരട്ടി തുക തിരികെ നൽകാമെന്ന് പറഞ്ഞ് തട്ടിപ്പ്. പത്തനംതിട്ട പെരുമ്പട്ടി സ്വദേശി MS പ്രസാദാണ് 4 ലക്ഷം രൂപ നഷ്ടമായത് പോലീസിൽ പരാതിപ്പെട്ടത്. പെരുമ്പട്ടി സ്വദേശികളായ ജോയി, ഷിഹാബ് എന്നിവർ ഇടനിലക്കാരായി വന്ന് പണം വാങ്ങിയെന്നാണ് ആക്ഷേപം. പണം തിരികെ ചോദിച്ചപ്പോൾ പകരം മയക്കുമരുന്ന് നൽകാമെന്ന് പറയുന്ന ഷിഹാബിന്റെ ശബ്ദ സന്ദേശവും പുറത്തുവന്നു. 10-30 ലക്ഷം രൂപ പോയവന്മാർ അടങ്ങിയിരിക്കുമോ നിനക്ക് തോന്നുന്നുണ്ടോ? അടങ്ങിയിരിക്കണ്ട. ഞാനിപ്പം മറ്റേ MDMA മയക്കുമരുന്ന് ഇതൊക്കെ സാധനം കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ എറണാകുളത്ത് നിൽക്കുക, റെയിൽവേ സ്റ്റേഷനിൽ. അല്ല, നീ അവിടെ നിന്നു. എനിക്ക് പോകാതിരിക്കാൻ പറ്റുമോ ഇപ്പോൾ? അല്ല, ഞാൻ പറഞ്ഞ നിനക്ക് മനസ്സിലായോ? അവർക്ക് വേണമെങ്കിൽ ഇത് കൊണ്ട് കൊടുക്കാമെന്ന് പറ. മയക്കുമരുന്ന് MDMA ഗുളികകൾ വല്ലതും വേണമെങ്കിൽ അവർക്ക് കൊണ്ട് കൊടുക്കാമെന്ന് പറ. എടാ പൊട്ടാ, ഫോണിൽ കൂടെ ഇതൊന്നും പറയുന്ന കാര്യമല്ല. അതല്ല ഞാൻ പറഞ്ഞത്, പൈസ നികത്താൻ വേണ്ടി അവർക്ക് ഇത് വേണമെങ്കിൽ അതിനുള്ള സാധനം കൊണ്ട് കൊടുക്കാമെന്ന് പറ. അവർക്ക് പൈസയാ വേണ്ടിയ, പൈസ കൊടുക്കാൻ പറ്റുമോ ഇല്ലയോ? പൈസയല്ല, ഇത് കൊണ്ട് കൊടുക്കാമെന്ന് പറ. ചേട്ടൻ കഴിയുന്ന പൈസ തട്ടിപ്പ് ഉണ്ടായ സംഭവമില്ലേ? അതെ. അത് ഇപ്പൊ നമ്മൾ പരാതി നൽകിയിരിക്കുന്ന ആർക്കെതിരെയാണ് ചേട്ടാ? നമ്മൾ ജോയി എന്ന് പറയുന്ന ഒരാളും പിന്നെ ഷിഹാബ് എന്ന് പറയുന്ന ഒരാളും വീട്ടില. ഇവരാണ് ഇടനിലയായിട്ട് ചേട്ടൻ്റെ അടുത്ത് വന്നല്ലേ? അതെ, ഇവരാണ് ഇടനിലയായിട്ട് നിന്നത്. ഇത് ഒരാളുടെ പൈസ അല്ല കേട്ടോ. ഏകദേശം എന്റെ അറിവില് ഒരു 2.5 കോടി 3 കോടി രൂപ നമ്മുടെ ഈ ഏരിയയിൽ നിന്ന് പോയിട്ടുണ്ട്. പല ആൾക്കാരുടെ മേടിച്ചിട്ടുണ്ട് അവരല്ലേ? ഭയങ്കര തട്ടിപ്പായത്. ഇത് മണി മാഫിയ. പുള്ളിയെ നമ്മൾ വിശ്വസിച്ച് നമ്മൾ ഈ പൈസ കൊടുത്തു. മംഗലാപുരത്തോ അല്ല കർണാടകയിലോ സ്ഥലം മേടിച്ചു തരാം, 1 ഏക്കറോ 2 ഏക്കറോ സ്ഥലം മേടിച്ചു തരാം. എന്നിട്ട് വിറ്റ് കഴിഞ്ഞിട്ട് പ്രസാദം അത് ഒരു 2 മാസത്തിൽ വിൽക്കും. വിറ്റ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഫ്ലോട്ടായിട്ട് വല്ലതും വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഒരു ലാഭവിധം കിട്ടും എന്ന് പറഞ്ഞാൽ പുള്ളി എന്നെ കൊണ്ടുവന്നു. പൈസ തിരിച്ചു ചോദിച്ചപ്പോൾ ഇവർ പറയുന്നത് എന്നറിയാമോ? പിന്നെ ഒന്നിൽ കഞ്ചാവ് തരാം, അല്ലെങ്കിൽ ബ്രൗൺ ഷുഗർ തരാം, അല്ലെ പിന്നെ MDMA തരാം. ഞാനങ്ങ് ചുറ്റി സത്യം പറഞ്ഞു. അതിന്റെ ഓഡിയോ കേട്ടായിരുന്നു? അതിന്റെ ഓഡിയോ അതിന് വേറെ ഓഡിയോ ക്ലിപ്പും ഉണ്ട് ഇഷ്ടം പോലെ. ഇതിങ്ങനെ സംസാരിച്ച ആരാ? ഷിഹാബാണോ അതോ? ഷിഹാബ് സംസാരിച്ചു. വിവരങ്ങൾ നൽകാൻ ഇപ്പോൾ ഗോകുലാണ് ചേരുന്നത്. ഗോകുൽ, ഇരയായ പ്രസാദിനെ എങ്ങനെയാണ് ഈ പ്രതികൾ ഈ ഒരു തട്ടിപ്പിനായി സമീപിച്ചിരിക്കുന്നത്? കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? കൃഷ്ണപ്രിയ, അതായത് ഈ പത്തനംതിട്ട പെരുമ്പട്ടി മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് കോടിക്കണക്കിന് രൂപയുടെ പണമിരട്ടിപ്പ് തട്ടിപ്പ് നടന്നിരിക്കുന്നത്. അതായത് മംഗലാപുരത്ത് ഭൂമി വാങ്ങാനായിട്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഇരട്ടി തുകയായിട്ട് പൈസ തിരിച്ചു നൽകാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇടനിലക്കാരായിട്ടുള്ള ഷിഹാബ്, ജോയി, ഇവർ രണ്ടുപേരും പെരുമ്പട്ടി സ്വദേശികൾ തന്നെയാണ്. ഇവര് ആളുകളെ സമീപിക്കുന്നത്. അതിനുശേഷം ഇവരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇതുമായി ബന്ധപ്പെട്ട ഒരു വിവരവും ഇല്ലാത്ത സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ പണം നൽകിയവർ തിരികെ ചോദിച്ചപ്പോഴാണ് പണമില്ല, പകരം വേണമെങ്കിൽ MDMAയോ അല്ലെങ്കിൽ മറ്റ് ബ്രൗൺ ഷുഗറോ അടക്കമുള്ള മയക്കുമരുന്നുകൾ അതിന് തുല്യമായിട്ട് തരാമെന്നൊക്കെ ഇയാൾ പറയുന്ന ശബ്ദ സന്ദേശം അടക്കം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ഈ സംഭവത്തിൽ പെരുമ്പട്ടി സ്വദേശിയായിട്ടുള്ള പ്രസാദ് MS ആണ് ഇപ്പോൾ പരാതിയുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. പെരുമ്പട്ടി പോലീസിലാണ് ഇയാൾ പരാതി നൽകിയിരിക്കുന്നത്. പ്രസാദിന്റെ കയ്യിൽ നിന്ന് മാത്രം കഴിഞ്ഞ 8 മാസം മുമ്പാണ് 4 ലക്ഷം രൂപ ഇങ്ങനെ പണം ഇരട്ടിപ്പിച്ച് നൽകാമെന്ന് പറഞ്ഞ് വാങ്ങിയത്. തുടർന്ന് ഇത്തരത്തിലൊരു വിവരമില്ലാത്ത സാഹചര്യത്തിലാണ് പ്രസാദ് പെരുമ്പട്ടി പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. പെരുമ്പട്ടി പോലീസ് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇത് പ്രസാദിൽ നിന്ന് മാത്രമല്ല, ഇത്തരത്തിൽ ഈ പ്രദേശം കേന്ദ്രീകരിച്ചുകൊണ്ട് കൂടുതൽ ആളുകളിൽ നിന്ന് ഇത്തരത്തിൽ പണം കൈപ്പറ്റിയിട്ടുണ്ട്. അത് കൂടുതലും ഈ ചെറുകിട കച്ചവടക്കാരും ലോറി ഡ്രൈവർമാരും ഉൾപ്പെടെയുള്ള ആളുകളിൽ നിന്നാണ് പണം വാങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. പക്ഷേ പല ആൾക്കാരും ഇത്തരത്തിൽ തട്ടിപ്പിനിരയായതുകൊണ്ട് തന്നെ പുറത്തു പറയാനായിട്ട് അല്ലെങ്കിൽ പരാതിയുമായിട്ട് രംഗത്ത് വരാനായിട്ട് മടിക്കുകയാണ്. എന്തായാലും പ്രസാദ് MS പരാതിയിൽ പെരുമ്പട്ടി പോലീസ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഷിഹാബ് എന്നും ജോയി എന്നും പറഞ്ഞ 2 പേരാണ് ഇടനിലക്കാരായി നിന്നുകൊണ്ട് ഇവരുടെ നിന്ന് പണം വാങ്ങിയത്. ഇവരുടെ പിന്നിൽ വലിയ മാഫിയ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഒപ്പം സംസ്ഥാനത്തിന്റെ മറ്റ് ഭാഗങ്ങളിലൊക്കെ ഇവർ ഇങ്ങനെ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടി പോലീസ് എന്തായാലും അന്വേഷണ വിധേയമാക്കേണ്ടതായിട്ടുണ്ട്. 20ഓളം പേരാണ് പെരുമ്പട്ടി ഭാഗത്ത് മാത്രം തട്ടിപ്പിനിരയായിട്ടുള്ളതായിട്ട് പോലീസിന് സൂചന ലഭിച്ചിരിക്കുന്നത്. 2.5 കോടി രൂപയിലധികം ഈ പ്രദേശത്ത് നിന്ന് മാത്രം ഇവർ പലരിൽ നിന്നായിട്ട് പിരിച്ചെടുത്തതായിട്ടുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തി പുറത്തു കൊണ്ടുവരേണ്ടതാണ്. കാരണം വലിയ ഈ മണി തട്ടിപ്പ് തന്നെയാണ് ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. എന്തായാലും സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കേസിന്റെ വ്യാപ്തി വലുതാണ്. അതുകൊണ്ട് തന്നെ ആ നിലയ്ക്കുള്ള ഗൗരവപൂർണ്ണമായിട്ടുള്ള ഒരു അന്വേഷണം ഈ സംഭവത്തിൽ ഉണ്ടാകണമെന്നുള്ളതാണ് പരാതിക്കാരനടക്കം ആവശ്യപ്പെട്ടിരിക്കുന്നത്. കൃഷ്ണപ്രിയ. ശരി ഗോകുൽ, മംഗലാപുരത്താണ് ഇപ്പോൾ ഭൂമി വാങ്ങുന്നതിന് പണം നൽകിയാൽ ഇരട്ടി തുക തിരികെ നൽകാമെന്ന് പറഞ്ഞ് പറ്റിപ്പ് നടത്തിയിരിക്കുന്നത്. വിശദ വിവരങ്ങൾ നൽകുകയായിരുന്നു ഗോകുൽ.